ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളെ നയിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ അമരക്കാരൻ ഡൊണാൾഡ് ട്രംപ്. മറ്റൊരാൾ അതിവേഗം വളരുന്ന ഇന്ത്യയുടെ അതിശക്തനായ നേതാവ് നരേന്ദ്രമോദി. ഇവർ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് ഒരു സാധാരണ കാവലല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പരിശീലനം ലഭിച്ച ഐലൈറ്റ് കമാൻഡോകളുടെ ചീങ്കണ്ണികളെപ്പോലെ സദാ ജാഗരൂകരായ ഒരു സുരക്ഷാ വലയമാണത്. പക്ഷേ ഇവിടെയാണ് ചോദ്യം, ഈ രണ്ട് ലോക നേതാക്കളിൽ ആരുടെ സുരക്ഷയാണ് കൂടുതൽ ശക്തം? ഒരു അടിയന്തര സാഹചര്യത്തിൽ ആരുടേതാണ് കൂടുതൽ വേഗത്തിൽ, കൂടുതൽ കൃത്യതയോടെ ആക്രമണകാരിയെ ഇല്ലാതാക്കുന്നത്? ഇന്ന് നമ്മൾ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ പോവുകയാണ്. ഏറ്റവും പുതിയ 3D ആനിമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഈ രണ്ട് നേതാക്കളുടെയും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ നമ്മൾ പരിശോധിക്കും. ഈ രണ്ട് വൻമതിലുകൾ തകർക്കാൻ 5 ആക്രമണകാരികളെയാണ് നമ്മൾ രംഗത്തിറക്കുന്നത്. ഇവരുടെ ആക്രമണം 3 ഘട്ടങ്ങളിലായിരിക്കും. ആയുധമില്ലാത്ത ആക്രമണം, വടി ഉപയോഗിച്ചുള്ള ആക്രമണം, ഒടുവിൽ പിസ്റ്റളുകൾ ഉപയോഗിച്ചുള്ള മാരകമായ ആക്രമണങ്ങളും. ഈ ആക്രമണങ്ങൾ ട്രംപിൻ്റെ സുരക്ഷ ഭേദിക്കുമോ, അതോ മോദിജിയുടെ കമാൻഡുകൾ അതെല്ലാം തടയുമോ? 15 മിനിറ്റ് കണ്ണെടുക്കാതെ നിങ്ങൾ കാണാൻ പോകുന്ന ഈ വിസ്മയകരമായ താരതമ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം നമുക്ക് US പ്രസിഡന്റിൻ്റെ സുരക്ഷാ സംവിധാനം പരിശോധിക്കാം. അദ്ദേഹത്തെ എപ്പോഴും വളഞ്ഞു നിൽക്കുന്നത് US സീക്രട്ട് സർവീസ് ഏജന്റുമാരാണ്. ഇവർ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പരിശീലനം നേടിയവരാണ്. ഒരു പൊതുപരിപാടി ട്രംപിനൊപ്പം ഏകദേശം 8 മുതൽ 10 വരെ ഏജന്റുമാർ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകാറുണ്ട്. ഇവരിൽ പലരും സാധാരണ വേഷത്തിലോ എന്നാൽ കനത്ത ആയുധങ്ങളോട് കൂടിയോ ആയിരിക്കും നിലയുറപ്പിച്ചിട്ടുണ്ടാവുക. അവരുടെ കണ്ണ് എല്ലായ്പ്പോഴും ജനക്കൂട്ടത്തിലായിരിക്കും. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം നോക്കാം. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതല SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കമാൻഡോകൾക്കാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച സേനകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ കമാൻഡോകൾക്ക് മോദിജിയുടെ നിഴലായി 10 മുതൽ 12 പേർ വരെ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാകും. ഇവരുടെ പരിശീലനം ലോകോത്തരമാണ്. ഒരാക്രമണമുണ്ടായാൽ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ. നമ്മുടെ 5 ആക്രമണകാരികൾ തയ്യാറാണിപ്പോൾ. നമുക്ക് ആദ്യഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ആക്രമണം US പ്രസിഡന്റ് ട്രംപിന് നേരെയാണ്. 5 പേരും യാതൊരു ആയുധങ്ങളുമില്ലാതെ പെട്ടെന്ന് സ്റ്റേജിനടുത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നു. സീക്രട്ട് സർവീസ് ഏജന്റുമാർക്ക് എവിടെ, എപ്പോൾ, എങ്ങനെ പ്രതികരിക്കണമെന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. 1 സെക്കൻഡിനുള്ളിൽ തന്നെ അവർ പ്രതിരോധത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഈ സാഹചര്യത്തിൽ ആക്രമണകാരികൾക്ക് ആയുധമില്ലാത്തതിനാൽ ഏജന്റുമാർ വെടിയുതിർക്കാൻ സാധ്യതയില്ല. പകരം അവർ ശാരീരിക ശക്തി ഉപയോഗിച്ച് ഇവരെ പിടികൂടാൻ ശ്രമിക്കുകയാണ് ആദ്യം ചെയ്യുക. ഓരോ സീക്രട്ട് ഏജന്റിനും 3 മുതൽ 4 വരെ ആക്രമണകാരികളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ 5 പേരെ നേരിടാൻ 2 ഏജന്റുമാർ തന്നെ മതിയാകും. കൃത്യതയോടെ ആയുധമില്ലാത്ത പോരാട്ട മുറകളിലൂടെ മിന്നൽ വേഗത്തിൽ അവർ ആക്രമണകാരികളെ നിലം പരിശരാക്കുന്നു. ട്രംപ് പൂർണ്ണമായും സുരക്ഷിതനാണിപ്പോൾ. ഇനി മോദിജിയുടെ സുരക്ഷാ കവചത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആക്രമണകാരികൾ മോദിയെ ലക്ഷ്യമാക്കി ഓടുകയാണ് ചെയ്യുന്നത്. മോദിജിയുടെ തൊട്ടടുത്ത് നിലയുറപ്പിച്ച 10-12 SPG കമാൻഡോകൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആക്രമണകാരികളെ തടയാൻ മുന്നോട്ട് വരുന്നു. ഇവരുടെ പ്രതികരണത്തിൻ്റെ തീവ്രത വളരെ കൂടുതലാണ്. ആയുധമില്ലെങ്കിൽ പോലും ഒരു ഭീഷണിയെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്ന പ്രോട്ടോക്കോളാണ് SPG പിന്തുടരുന്നത്. 5 പേരെയും SPG കമാൻഡോകൾ ഒരു നിമിഷം കൊണ്ട് തന്നെ തടഞ്ഞ് തറയിലിട്ട് നിഷ്പ്രയാസം പിടികൂടുന്നു. മോദിജി സുരക്ഷിതനായി തുടരുകയാണിപ്പോൾ. ആദ്യ റൗണ്ടിൽ 2 നേതാക്കളും സുരക്ഷിതരാണ്. ഒരു വ്യത്യാസം, ട്രംപിൻ്റെ ഏജന്റുമാർ. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ട്രംപിൻ്റെ ഏജന്റുമാർ തന്ത്രപരമായി പിന്നോട്ട് നിന്നു. മോദിജിയുടെ കമാൻഡോകൾ കൂടുതൽ ആക്രമണോത്സുകതയോടെ മുന്നോട്ട് തന്നെ വന്നു. അടുത്തത് കൂടുതൽ അപകടകരമായ ഒരു ഘട്ടമാണ്. ഇത്തവണ നമ്മുടെ 5 ആക്രമണകാരികൾ ബേസ്ബോൾ ബാറ്റും ഹോക്കി സ്റ്റിക്കും പോലുള്ള ഭാരമേറിയ ആയുധങ്ങളുമായാണ് വരുന്നത്. ഒരു സാധാരണക്കാരന് ഈ വടികളുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമുള്ള കാര്യമല്ല. ആക്രമണകാരികൾ ഈ ആയുധങ്ങളുമായി ട്രംപിനെ ലക്ഷ്യമാക്കി അടുക്കുമ്പോൾ സീക്രട്ട് ഏജന്റുമാർ ഉടൻ തന്നെ തങ്ങളുടെ പ്രതിരോധത്തിൻ്റെ നിലവാരം ഉയർത്തുന്നു. ഇത് വെറും തെരുവ് വഴക്കല്ല,
ഇത് പ്രസിഡന്റിന്റെ ജീവൻ അപകടപ്പെടുത്താനുള്ള ശ്രമമാണ്. ഏജന്റുമാർ ഇപ്പോഴും കൂടുതൽ ശക്തിയോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സീക്രട്ട് ഏജന്റിന് ഹോക്കി സ്റ്റിക്കുമായി വരുന്ന 2 ആക്രമണകാരികളെ വരെ തകർക്കാൻ സാധിക്കും. കാരണം അവർക്ക് ലഭിക്കുന്ന പരിശീലനം അത്രത്തോളം തീവ്രമാണ്. ആക്രമണത്തെ എങ്ങനെ തടയണം, എങ്ങനെ തിരിച്ചടിക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം. 2-3 ഏജന്റുമാർ മാത്രം മതി 5 ആക്രമണകാരികളെ നിമിഷങ്ങൾക്കുള്ളിൽ നിരായുധരാക്കി വടികൾ വലിച്ചെറിഞ്ഞ് നിലത്തിട്ട് കീഴ്പ്പെടുത്താൻ. ട്രംപിന്റെ അടുത്തേക്ക് ഒരടി പോലും അവർക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി മോദിജിയുടെ സുരക്ഷാ സംവിധാനം നോക്കാം. വടികളുമായി ആക്രമണകാരികൾ മോദിജിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോൾ SPG കമാൻഡോകളുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം. SPG കമാൻഡോകൾക്ക് ബാറ്റും സ്റ്റിക്കും ഒരു ഭീഷണിയല്ല. കടുപ്പമേറിയ ആയോധന കലകളിലും ക്ലോസ് ക്വാർട്ടേഴ്സ് കോമ്പാറ്റിലും ഉന്നത പരിശീലനം ലഭിച്ചവരാണിവർ. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അതിവേഗത്തിൽ അവർ ആക്രമണകാരികളെ വളയുന്നു. അവരുടെ കയ്യിലുള്ള വടികൾ അവരെ തന്നെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ SPGക്ക് സാധിക്കും. ആയുധങ്ങൾ ഉണ്ടായിട്ടും 5 പേർക്കും മോദിജിയുടെ സുരക്ഷാ വലയം ഭേദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2 ഘട്ടങ്ങളിലും 2 നേതാക്കളും സുരക്ഷിതരാണ്. പക്ഷെ ഇനി വരാനിരിക്കുന്നത് ഇതിലും മാരകമായ ആക്രമണമാണ്. ഇവിടെയാണ് യഥാർത്ഥ താരതമ്യം നടക്കുന്നത്. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 5 ആക്രമണകാരികളും ഇപ്പോൾ മാരകമായ പിസ്റ്റളുകൾ പുറത്തെടുത്ത് വെടിയുതിർക്കാൻ തയ്യാറെടുക്കുന്നു. ഒരു ലോക നേതാവിനെ സംബന്ധിച്ച് ഈയൊരു നിമിഷം ഏറ്റവും നിർണായകമാണ്. ട്രംപിന്റെ സുരക്ഷ അദൃശ്യനായ രക്ഷകനാണ്. ആക്രമണകാരികൾ ട്രംപിന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ അദൃശ്യരായ രക്ഷകർ രംഗപ്രവേശം ചെയ്യുന്നു. സ്റ്റേജിന് ദൂരെ 4 ദിശകളിലായി കൃത്യമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള സ്നൈപ്പർമാർ അവരുടെ ലെൻസിലൂടെ ആക്രമണകാരികളെ കാണിക്കുന്നുണ്ട്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് സ്നൈപ്പർമാർ വെടിയുതിർക്കുന്നു. ആക്രമണകാരികൾക്ക് ട്രിഗറിൽ വിരലമർത്താൻ പോലും സമയം ലഭിക്കുന്നില്ല. 5 പേരും നിമിഷങ്ങൾക്കുള്ളിൽ വെടിയേറ്റ് നിലം പതിക്കുന്നു. വെറും 10 സെക്കൻഡിനുള്ളിൽ എല്ലാ ഭീഷണിയും പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. പ്രസിഡന്റിന്റെ ജീവൻ രക്ഷിക്കാൻ ആക്രമണകാരികളെ ഇല്ലാതാക്കാൻ വേണ്ടി സീക്രട്ട് ഏജന്റുമാർ ഒരു മടിയും കാണിച്ചില്ല. ദൂരെയുള്ള സ്നൈപ്പർമാരെ ആശ്രയിച്ചുകൊണ്ടുള്ള ഏറ്റവും വേഗതയേറിയ പ്രതിരോധമാണ് ട്രംപിന്റെ സുരക്ഷാ വലയത്തിൽ നമ്മൾ കണ്ടത്. മോദിജിയുടെ സുരക്ഷയിലേക്ക് നോക്കുമ്പോൾ മുൻനിര പോരാളികളാണ് ഇവിടെയുള്ളത്, അതായത് SPG കമാൻഡോസ്. ഇനി നമുക്ക് മോദിജിയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ 3D താരതമ്യത്തിൽ ട്രംപിന്റെ സുരക്ഷയിൽ കണ്ടതുപോലെ ദൂരെ നിന്ന് വെടിവെക്കുന്ന സ്നൈപ്പർമാരെ ഇവിടെ കാണുന്നില്ല. ഈ നിർണായക ഘട്ടത്തിൽ SPG കമാൻഡോകൾ തന്നെയാണ് മുൻനിര പോരാളികൾ. ആക്രമണകാരികൾ തോക്കുകളെടുത്ത് ലക്ഷ്യത്തിലേക്ക് വെക്കുമ്പോൾ SPG കമാൻഡോകൾ തങ്ങളുടെ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു. 10-12 SPG കമാൻഡോകൾ മോദിജിയെ ഒരു മനുഷ്യ കവചമായി വളഞ്ഞു നിൽക്കുന്നു. ഒരു ആക്രമണകാരി വെടിയുതിർക്കാൻ ശ്രമിച്ചാൽ അതിലും വേഗത്തിൽ SPG കമാൻഡോകൾ തിരിച്ചടിച്ചിരിക്കും. അവരുടെ പരിശീലനത്തിന്റെ ഭാഗമായി വെടിയുതിർക്കുന്നതിന് മുമ്പ് തന്നെ ആക്രമണകാരികളെ ലക്ഷ്യം കാണാൻ അവർക്ക് സാധിക്കുന്നു. ഇവിടെയും 10 സെക്കൻഡിനുള്ളിൽ 5 ആക്രമണകാരികളെയും നിശബ്ദരാക്കിയിരുന്നു. മോദിജി ഇവിടെ സുരക്ഷിതനാണ്. സുരക്ഷാ ശൈലിയിലെ വ്യത്യാസം ഇതാണ്. 2 നേതാക്കളുടെയും സുരക്ഷാ പ്രോട്ടോക്കോളുകളിൽ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചു. ട്രംപിന്റെ സുരക്ഷ അദൃശ്യമായ ദൂരെയുള്ള ശക്തികളെ ആശ്രയിക്കുന്നു, പ്രധാനമായും സ്നൈപ്പർമാരെ. എന്നാൽ മോദിജിയുടെ സുരക്ഷ തൊട്ടടുത്ത് നിൽക്കുന്ന കൂടുതൽ എണ്ണത്തിലുള്ള അതീവ പരിശീലനം ലഭിച്ച കമാൻഡോകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ ഫലം ഒന്ന് തന്നെ. ലോകത്തിലെ ഏറ്റവും ശക്തരായ 2 നേതാക്കളും പൂർണ്ണമായും സുരക്ഷിതരാണ്. ഈ 3D താരതമ്യത്തിലൂടെ നമ്മൾ കണ്ടത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനായി പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ അസാമാന്യ ശക്തിയെയാണ്. ആയുധമില്ലാത്ത ആക്രമണം മുതൽ തോക്കുപയോഗിച്ചുള്ള മാരകമായ ആക്രമണം വരെ എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ ഈ സുരക്ഷാ വലയങ്ങൾ സജ്ജരാണ്. ട്രംപിന്റെ സീക്രട്ട് സർവീസ് ഏജന്റുമാരും മോദിജിയുടെ SPG കമാൻഡോകളും ഇവർ എല്ലാവരും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളാണ്. ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ സ്വയം ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറാകുന്ന ധീരന്മാരാണിവർ. നമ്മൾ മുമ്പ് മോദിജിയുടെ കാറിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ തന്നെ നൽകാം. തീർച്ചയായും ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് അതിലുള്ളത്. ഈ താരതമ്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ അതിശയകരമായ 3D എക്സ്പ്ലനേഷൻ വീഡിയോകൾ കാണുവാനായി
ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവെച്ച് ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും മറ്റൊരു വിസ്മയകരമായ വീഡിയോയുമായി ഉടൻ കാണുമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.